حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. أوصل اللهم ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وشفيعنا محمد صلى الله عليه وسلم. اللهم إلى أرواح جميع الأنبياء والأولياء والصديقين والشهداء والصالحين وإلى أرواح جميع عبادك الصالحين. اللهم أعد درجاتهم. اللهم انفعنا بعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. اللهم بحقهم وبجاههم وبكرمهم وبحق هذا الشهر العظيم بارك لنا في جميع أمورنا بركة تامة يا أرحم الراحمين. اللهم إنا نسألك ونتوسل إليك بحق هذا الشهر العظيم شهر المبارك شهر رمضان وبحق هذه الليلة المباركة وبحق ما قرأناه من القرآن العظيم وبحق هذه الليلة المباركة. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها يا رب العالمين. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا واسعا في طاعتك ومحبتك ومرضاتك طويلا. اللهم وفقنا لما تحبه وترضاه ووفقنا لخدمة دينك الحنيف ولإشاعة علومك ولاتباع مرضاتك يا رب العالمين. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم إن لك في كل ليلة من ليالي شهر رمضان رقابا تعتقها بعفوك فاجعل رقابنا من تلك الرقاب يا تواب يا وهاب يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. أما بعد. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് GCC നാടുകളിൽ, നാളെ നമ്മുടെ നാട്ടിലും ഏതാനും നിമിഷം കഴിഞ്ഞാൽ ഒറ്റയിട്ട രാവുകളിൽ പ്രധാനപ്പെട്ട 27 രാവിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്രിൽ അവാഖിർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. റമദാൻ ഷരീഫിന്റെ അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. അത് തന്നെ ഒറ്റയിട്ട രാവുകളിൽ പ്രത്യേകമായി പ്രതീക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സാധ്യതയുള്ള രാവാണ് 27. ഇന്ന് 26, ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് വിടവാങ്ങി 27 രാവിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇതിൽ ഏറ്റവും മഹത്വമായ രാവ് അത് 27 ഒറ്റ രാവാണെന്ന് മഹാന്മാർ ഈ ഹദീസ്
വിവരിച്ചുകൊണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പലരും പല മാനദണ്ഡവും വെച്ചുകൊണ്ട് അത് 21-ാം രാവിനാവാം, അല്ലെങ്കിൽ അത് 23-ാം രാവിനാവാം, 25-ാം രാവിനാവാം, 27-ാം രാവിനാവാം, 29-ാം രാവിനാവാം എന്നൊക്കെ വിശദീകരിച്ച് കാണാം. റമദാനിൻ്റെ തുടക്കം മാനദണ്ഡമാക്കി ശനിയാഴ്ച ആണെങ്കിൽ ഇന്ന ദിവസമായിരിക്കും, ഇന്ന ദിവസമായിരിക്കും ലൈലത്തുൽ ഖദറിൻ്റെ രാവ്. ഞായറാഴ്ചയാണെങ്കിൽ അത് ഇന്ന രാവായിരിക്കും എന്നൊക്കെ വ്യക്തമായി ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, അതിന് സമയമില്ലാത്തതുകൊണ്ട്. ഏതായിരുന്നാലും 27ൻ്റെ രാവ് അതാണ് ഏറ്റവും പ്രതീക്ഷിക്കപ്പെടേണ്ട, ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഈ രാവിനെ നാം പ്രത്യേകമായി പരിഗണിക്കാറുള്ളത്. നല്ല മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ നാടുകളിലൊക്കെ നല്ല മധുര പലഹാരങ്ങൾ ഈ രാവിന് ഉണ്ടാക്കും. അത് ഈ രാവിനോടുള്ള ആദരവ്, അതിനെ സന്തോഷപൂർവ്വം മധുരം നൽകിക്കൊണ്ട് വരവേൽക്കുക എന്ന ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലൊക്കെ. അതൊക്കെ പുണ്യയുടെ കാര്യമാണ്. കൽത്തപ്പം ചുടലും പിന്നെ മറ്റു മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കൽ അത് വെറും തിന്നുക എന്ന ഉദ്ദേശം മാത്രമല്ല, ആ രാവിനോട് നാം കാണിക്കുന്നത്. അതിന് ഒരു വിശേഷപ്പെട്ട ദിവസം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്നും ചക്കക്കൂട്ടാനും കഞ്ഞില്ലല്ലോ അന്നും എന്നും വെക്കുന്നത് പോലെ അന്നൊരു വിശിഷ്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ നമ്മളെ മക്കളൊക്കെ കല്യാണത്തിനെന്താ എന്നും ആ മുരിങ്ങക്കായും അതുപോലെ തന്നെ കുമ്പളങ്ങച്ചാറും അല്ലല്ലോ നമ്മൾ കൊടുക്കല്. അന്നൊരു സ്പെഷ്യൽ ബിരിയാണിയും അനുബന്ധ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ആ കല്യാണത്തിന് നമ്മൾ ആളുകളെ സ്വീകരിക്കുക. എന്താണ് അത്? ആ ദിവസത്തോടുള്ള ആദരവും ആ ദിവസത്തിൽ നാം കാണിക്കുന്ന സന്തോഷവും ആ ദിവസത്തിൽ നമ്മിലുണ്ടാകുന്ന ആഹ്ലാദവുമാണ് അതൊക്കെ നമ്മെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. എന്നതുപോലെ നമ്മുടെ പൂർവികരായ ആളുകൾ, ഈ ചില മുബത്തതികൾ വിദേശികളൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, സുന്നികൾ കൽത്തപ്പുണ്ടാക്കുന്ന രാവാണ്. അല്ല, കൽത്തപ്പത്തിലൂടെയും ശിർക്ക് കയറി വരുന്ന ഒരു വർത്തമാനമാണ് അത്. ശിർക്ക് നെയ്യപ്പത്തിലൂടെയോ കൽത്തപ്പത്തിലൂടെയോ ഒന്നും കയറി വരൂല. അത് അതാത് സ്ഥലങ്ങളിൽ അതാത് ആളുകൾ സന്തോഷത്തിനും ആദരവിനും ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. നമ്മുടെ പൂർവികരൊക്കെ 22-ാം രാവ് വരുമ്പോൾ സ്പെഷ്യലായിട്ട് വിഭവങ്ങളൊക്കെ ഒരുക്കി അന്ന് ഒരു നല്ലൊരു സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു രാവാക്കി, നിമിഷങ്ങളാക്കി മാറ്റുന്നത് അതിനോടുള്ള ആദരവും സന്തോഷവുമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഏതാവട്ടെ, വിശദീകരിക്കുന്നില്ല, അതിന് സമയമില്ലാത്തതുകൊണ്ട്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഖൈറും മിൻ അൽഫി ശഹർ. ഒരു സൂറത്ത് തന്നെ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദറിന്റെ രാവിന്റെ മഹത്വം പറയുന്നത് 1000 മാസങ്ങളെക്കാൾ മഹത്വമാണ് ഈ ഒരൊറ്റ രാവിലെ, അല്ലെങ്കിൽ ഈ ഒരൊറ്റ നിമിഷത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ 80 ചില്ലാനും വർഷം ഒരു പുരുഷായുസ് ഇവിടെ ജീവിച്ച് ചെലവഴിച്ചാൽ കിട്ടുന്ന മുഴുവൻ നേട്ടങ്ങളും അല്ലെങ്കിൽ കോട്ടത്തിലൂടെയാണ്, പരാജയത്തിൻ്റെ വിഷയങ്ങളിലൂടെയാണ് സഞ്ചരിച്ചതെങ്കിൽ ഈ ഒരൊറ്റ നിമിഷം നമ്മൾ വേണ്ടായിത്തം ചെയ്താൽ 80 ചില്ലാനും വർഷം തമ്മാടിത്തം ചെയ്തതിൻ്റെ കുറ്റവും കിട്ടും. അത് നേരെ അങ്ങനെയുമുണ്ട്, പോസിറ്റീവുമുണ്ട്, നെഗറ്റീവുമുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനേകായിരം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയണം, നമുക്കൊക്കെ നിസ്സാരമായി ഉണ്ടാവുന്നതാണ് ഒരു വിരലിനൊക്കെ ഉണ്ടാകുന്ന കുഴിനകം. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അപ്പോഴാണ് ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അതിൻ്റെ മഹത്വം. കേവലം ഒരു തള്ളവിരലിൽ പഴുപ്പുണ്ടായപ്പോൾ എൻ്റെ അവയവങ്ങൾ മുഴുവനും എനിക്ക് പ്രവർത്തനരഹിതമായിട്ട് എനിക്ക് തോന്നി. കണ്ടോ, നമ്മുടെ അവയവത്തിൽ നിന്ന് 10 വിരലിൽ നിന്ന് ഒരു വിരലിൻ്റെ ചെറിയൊരു മൈന്യൂട്ട് ഭാഗം പ്രയാസത്തിലായപ്പോൾ എന്തൊക്കെയോ മുടങ്ങിയതുപോലെ ഷർട്ടിൻ്റെ ബട്ടൺ ഇടാൻ കഴിയാതെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നു. എന്തേ ഇവിടെ സംഭവിച്ചത്? അപ്പൊ അള്ളാഹു നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ
വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയും. وَتَعْلَمُ أَنَّكَ جِسْمٌ صَغِيرٌ وَفِيكَ أَنْتَ وَالْعَالَمُ الْأَكْبَرُ എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ, നീ മനസ്സിലാക്കുന്നു നീ ഒരു ചെറിയൊരു ബോഡിയാണ്, നിന്റെ ശരീരം ചെറിയൊരു വസ്തുവാണെന്ന് നീ മനസ്സിലാക്കുന്നു. പക്ഷേ നിന്റെ വഫീക അൻത വൽആലമുൽ അക്ബറു, നിന്റെ ശരീരം ഒരു മഹാസാമ്രാജ്യമാണെന്ന് കവി പറഞ്ഞതുപോലെ വലിയൊരു സാമ്രാജ്യമാണ് നമ്മുടെ ശരീരം. ഈ വലിയൊരു സാമ്രാജ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഈ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ചെറിയൊരു ഭാഗത്തിന് പോലും നന്ദി കാണിക്കാൻ നാം തയ്യാറായിട്ടില്ല. ഇന്നൽ ഇൻസാന ലിറബ്ബീ ലകനൂദ്, മനുഷ്യൻ അങ്ങേയറ്റം നന്ദി കെട്ടവനാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. അപ്പോൾ ഒരുപാട് നന്ദി കേടുകൾ കാണിച്ച് ഗുണങ്ങളും അനുഗ്രഹങ്ങളും വാരിക്കോരി ചെരിഞ്ഞു തന്ന അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നാം എത്രമാത്രം അള്ളാഹുവിനോട് നാം നന്ദി കേട് കാണിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരുടെ ചരിത്രത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയാൽ അറിഞ്ഞോ അറിയാതെ ഒരു നിമിഷമെങ്കിലും പാഴായിപ്പോയാൽ അതിൻ്റെ പ്രായശ്ചിത്തം വളരെ കൂടുതൽ ആ ഭാഗം നമുക്ക് പറയാനുണ്ട്. അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് അവരവരുടെ ജീവിതം മുഴുവനും സമർപ്പിച്ചതായി ഇൻഷാ അല്ലാഹ് മറ്റു വിഷയങ്ങൾ പറയുമ്പോൾ മഹാന്മാരുടെ ജീവിതവും നമുക്കതിൽ ഉൾക്കൊള്ളുന്ന പാഠങ്ങളും എന്ത് എന്ന് വിശദമായിട്ട് സംസാരിക്കുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അവരത്രയും കണിശമായി ജീവിച്ചിട്ട് പോലും വളരെ മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിൽ അവർ അള്ളാഹുവിനെ വിസ്മരിക്കുന്നൊരു ഭാഗം അവരിൽ ഉണ്ടായാൽ അവരതിനു മാത്രം ദുഃഖിക്കുകയും കരയുകയും ചെയ്തിരുന്നു, പ്രയാസപ്പെടുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ മഹാന്മാർ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഒരു രാത്രിയിൽ ഇങ്ങനെ മഹാനവരുടെ ശൈലി എങ്ങനെയായിരുന്നു? രാത്രി ആയാലും ഉറക്കല്ല, എന്ത് പ്രച്ഛന്ന വേഷം ധരിച്ച് താൻ ആരാണെന്ന് അറിയാതിരിക്കാനുള്ള വേഷവും ധരിച്ചിങ്ങനെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും അങ്ങനെ സഞ്ചരിക്കും. തൻ്റെ പ്രജകളുടെ, തൻ്റെ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ആളുകളുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടി. എന്തെങ്കിലും അതിൽ ഒരു വിഷമം സംഭവിച്ചാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എവിടെയെങ്കിലും ഒരു കുതിര ഏതെങ്കിലും ഒരു കുഴിയിൽ അറിയാതെ കാല് തട്ടി വീണ് അതിന് ജീവഹാനി സംഭവിച്ചാൽ അതും നാളെ ഈ പാവപ്പെട്ട ഉമറിനോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നു. മഹാനവറുകൾ ചിന്തിച്ചു, എന്താണിത് ഈ അസമയത്ത് ഈ അർദ്ധരാത്രി ഇങ്ങനൊരു ശബ്ദം കേൾക്കുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ശബ്ദത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ തൂറ് സൂറത്ത്, ഒരു വൃദ്ധനായ മനുഷ്യൻ തൻ്റെ കുടിലിൻ്റെ അകത്ത് നിന്ന് തൂറ് സൂറത്ത് ഓതുന്നത് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ സംഭവം വിവരിക്കുന്നതായിട്ട് കാണാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൂറ് സൂറത്ത് ഒരു പാവപ്പെട്ട വൃദ്ധനായ ഒരു മനുഷ്യൻ ഓതുന്നതായിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു. അതില് താൻ കൂടുതൽ ശ്രദ്ധിച്ചത് താൻ ഓതിയ ആ വൃദ്ധനായ പാവപ്പെട്ട മനുഷ്യൻ ഓതിയ ഒരു ഭാഗമാണ് തന്നെ സ്തബ്ധനാക്കി അവിടെ നിന്നു പോകാൻ കാരണമാക്കിയത്. അതെന്താണ്? ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫിഅ. ഈ ഒരു വാക്ക് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ അങ്ങനെ തരിച്ച് അവിടെ നിന്നുപോയി. എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്ന റബ്ബക ലവാഖി, ഇന്ന അദാബ റബ്ബിക ലവാഖി. നബിയെ, അങ്ങയുടെ റബ്ബിൻ്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും, അതിൽ ഒരു പുറകോട്ട് പോകലുമില്ല.
അങ്ങനെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ അതിനെ തടയാനോ പ്രതിരോധിക്കാനോ ആർക്കും സാധ്യമല്ല. ഈ അർത്ഥം വരുന്ന ആയത്ത് കേട്ടപ്പോൾ നമ്മളിപ്പോൾ ഖുർആൻ എത്ര ഓതുന്നുണ്ട്, എത്ര ആയത്തുകൾ ഓതുന്നുണ്ട്, എന്തെങ്കിലും മനസ്സിന് പരിവർത്തനം നമുക്കുണ്ടാവുന്നുണ്ടോ? പ്രിയമുള്ളവരെ ചിന്തിച്ച് നോക്കണം. പാറ പോലെ കരുത്തനായ ഒരു പർവ്വതത്തെ പോലും തൻ്റെ ഉള്ളംകാല് പിടിച്ചു നിർത്തി തട്ടിമാറ്റാനുള്ള ആർജവും ഊർജ്ജസ്വലതയുമുള്ള ധീരനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേട്ടപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്തബ്ധനായി അവിടെ നിന്ന് പോയി. എന്നിട്ട് തൊട്ടടുത്തൊരു തോട്ടത്തിന്റെ മതിലിൽ ഇങ്ങനെ അവശനായി ചാരിയിരുന്നു. കുറേ നേരം ഇരുന്ന് ഒരല്പം ആശ്വാസം വന്നപ്പോൾ സയ്യിദ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. വീട്ടുകാർ വന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി എന്ന് ചരിത്രമുണ്ട്. എന്നിട്ട് ഈ ഒരൊറ്റ കാരണം മരിള ഷഹ്റ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 1 മാസം രോഗിയായി കിടന്നു. ലാ യദ്രിന്നാസു മാ സബബുഹു, ആളുകൾക്കറിയില്ല എന്താണ് അതിന്റെ റീസൺ, എന്താണ് അതിന്റെ കാരണം. ആളുകൾ അവരുടെ രോഗം സന്ദർശിക്കാൻ പോകുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവശനായി, വളരെ സ്തബ്ധനായി, തരിച്ചുകൊണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. ശരീരം അനക്കാൻ കഴിയുന്നില്ല. എന്തേ ഇതിന് കാരണം? അത് പിന്നീട് മനസ്സിലായി. ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫി, നബിയെ അങ്ങയുടെ റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും. അത് സംഭവിക്കുന്ന സമയത്ത് അതാർക്കും തടയാൻ കഴിയില്ല. ഈ ഒരായത്തിൽ ചിന്തിച്ചുകൊണ്ട് 1 മാസം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ട് രോഗബാധിതനായി കഴിഞ്ഞത്. അദാബ് എന്ന് പറയുന്ന ശിക്ഷയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പ്രിയമുള്ളവരെ അവസാനത്തെ 10 നാം ദുആ ചെയ്യുന്നത് എന്താണ്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. സ്വർഗത്തിൽ എന്നെ പ്രവേശിക്കണം പടച്ചവനെ എന്ന് നിരന്തരം എപ്പോഴും നാം പ്രാർത്ഥിക്കണം. പക്ഷേ അവസാനത്തെ 10 ഇത്വക്കിന്റെ 10 ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചനത്തിന്റെ 10. എന്തിൽ നിന്ന് മോചനം? നരകത്തിൽ നിന്ന് മോചനം. ആ മോചനം നാം തേടിക്കൊണ്ടേയിരിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 10ലാണ് നമ്മളൊക്കെ ഉള്ളത്. പക്ഷേ എന്ത് അദാബ്, അത് വരുമ്പോ വരട്ടെ, അപ്പൊ നോക്കാം എന്നുള്ള ഭാവത്തിൽ എന്ത് തന്നെ നമ്മുടെ മുന്നിൽ അള്ളാഹു കാണിച്ചു തന്നാലും, എത്ര വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തന്നാലും അതൊന്നും നമ്മുടെ മനസ്സിനെയോ നമ്മുടെ ജീവിതത്തെയോ പരിവർത്തിപ്പിക്കുന്നില്ല എന്ന വസ്തുതയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ചുരുക്കി പറയുകയാണ്, നോമ്പ് തുറയുടെ സമയത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അപ്പോ ഈ അവസാനത്തെ പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവ് പൂർണ്ണമായി നാം ഉപയോഗപ്പെടുത്തണം. ഇതിനു വേണ്ടി അമല് കൊണ്ടും അള്ളാഹുവിനുള്ള ഇബാദത്ത് കൊണ്ടും താഴത്ത് കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്ന് നമ്മുടെ ജീവിതം വിലയിരുത്തിയാൽ നമുക്കൊക്കെ ബോധ്യമാണല്ലോ. അപ്പോൾ അള്ളാഹു നൽകിയ ഒരു മെഗാ ഓഫറാണ്, വലിയൊരു ചാൻസാണ് ഈ നിമിഷങ്ങൾ. ആ നിമിഷങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടെങ്കിലും രക്ഷപ്പെടട്ടെ എൻ്റെ അടിമകൾ എന്ന് റഊഫും റഹ്മാനും റഹീമുമായ അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഫർ നമുക്ക് വെച്ച് തന്നത്. ഇപ്പോൾ പെരുന്നാളിന്റെ സമയമാണ്. എല്ലാ കടകളിലും തുണിക്കടകളിലും മെഗാ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒന്നെടുത്താൽ 1 ഫ്രീ, പിന്നെ 70% വരെ ഓഫർ എന്നൊക്കെ പറയും. അത് അധികവും എന്താണ്, അത് നല്ലൊരു പരിപാടി, എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഓഫറാണ് അത്. ഒരു 100 രൂപയുടെ സാധനത്തിന് 200 രൂപ വരെ ഇടുക. ഇങ്ങോട്ട് 575 രൂപ കുറച്ചിട്ട് 125. ആകെ സാധനത്തിന് ലാഭടക്കുള്ള വില 125. അതിന് അവിടെ സ്റ്റിക്കർ ഒട്ടിക്കും 200 എന്ന്. 275 കുറച്ചിട്ട് 125. ഇപ്പൊ എന്താ, ആദ്യം വിൽക്കുന്നേക്കാൾ 25 വരെ കൂടിയിട്ടാണ് കിട്ടിയത്. ഓഫറായി. നമ്മളാണെങ്കിൽ ഈ ഓഫറിൽ നിന്ന് കേൾക്കുമ്പോൾ പിന്നെ ഓസിക്ക് കിട്ടിയാൽ ആസിട്ടും കഴിക്കുന്നുള്ള നിരക്ക് നമ്മളതിനെ വീഴുകയും ചെയ്യും. ഇപ്പൊ നമ്മളെ പിന്നെ സഹോദരിമാരെ കൊണ്ട് ജൗളിക്കടകൾ തുണിക്കടകൾ നിറഞ്ഞിരിക്കണം. 25ാം അതാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൽ ഇബാദത്ത് ചെയ്ത് മുഴുകേണ്ട ഈ നിമിഷങ്ങൾ. ആദ്യത്തെ 10 വലിയ കുഴപ്പമുണ്ടായിരുന്നു. രണ്ടാമത്തെ 10 ഇങ്ങനെ വസ്ത്രക്കടയിലേക്ക് ഇങ്ങനെ ഒരുങ്ങി പോലെടുക്കും. അവസാനത്തെ 10 ലൈലത്തുൽ ഖദറും മറ്റ് എല്ലാ ഖദറും
അങ്ങാടികളിൽ മേയുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ ചിന്തിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആ പരലോക ജീവിതം എന്ന അനന്തമായ ഒരു ജീവിതം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അവിടേക്കൊന്നും ബാക്കി വെച്ചില്ലെങ്കിൽ കഠോരമായ അദാബ്. ഉമർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ 1 മാസം രോഗിയായി കടന്നുപോയ ആ അദാബ് നമ്മയും പിടികൂടുമെന്നുള്ള ചിന്ത നമുക്ക് വേണം. അതുകൊണ്ട് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് മെഗാ ഓഫറുകളായി നൽകുന്ന ഒരു നിമിഷം തന്നെ ഒരു പുരുഷായുസിനേക്കാളും ഇബാദത്തെടുത്തതിനേക്കാളും വലിയ പ്രതിഫലമുള്ള സമയം തരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിരാശ അതായിരിക്കും. ആയതുകൊണ്ട് ഈ രാവ് 27-ന്റെയും ഇനി ഒരു രാവും കൂടി 24 രാവ് കഴിഞ്ഞാൽ പിന്നെ രാവില്ല എന്നാണ് പലരെയും വെപ്പ്. ഒരു പക്ഷേ ലൈലത്തുൽ ഖദ്ർ 29-ാം രാവിലായിരിക്കും. അന്നേ നമ്മുടെ കഥ പറയും വേണ്ട. അപ്പോൾ പ്രിയമുള്ള ഇവരെ കാര്യഗൗരവത്തോടുകൂടെ ഈ വിഷയങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ഭാവി മോചനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, സ്വർഗം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മളൊക്കെ അധ്വാനിക്കണം. അതിന് അല്ലാഹു നിശ്ചയിച്ച ഒറ്റപ്പെട്ട രാവുകളിൽ നാം പൂർണ്ണമായും, പ്രത്യേകിച്ച് 27-ാം രാവിനെ നാം പ്രത്യേകമായി ഉപയോഗപ്പെടുത്തണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ നിമിഷങ്ങളൊക്കെ ഇനിയും മടങ്ങി വരുന്നുള്ള പ്രതീക്ഷ. നാളെ അടുത്ത വർഷം 27-ാം രാവ് വരും, അപ്പ് നോക്കാം എന്ന് വിചാരിച്ചാൽ കഴിയില്ല. കാരണം ഈ റമദാൻ ഷരീഫിന്റെ തലേ ദിവസം വരെ 5 വക്തിലും പ്രാർത്ഥിച്ച് പലരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അല്ലാഹുവേ, എനിക്ക് റജബിലും ഷഅബാനും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ഷഅബാന വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് എന്നെ എത്തിക്കണേ, ആ മാസത്തിൽ എനിക്ക് ഇബാദത്ത് ചെയ്യാനുള്ള അവസരം തരണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ച പലരും മാസപ്പിറവിക്ക് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ മാസപ്പിറവി കണ്ടതിന്റെ ഉടനെ ഈ ലോകത്തോട് വിടവാങ്ങിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ ഇനി ഒരു 27-ാം രാവും ഒറ്റയിട്ട രാവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ എന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത ഈ അവസരത്തിൽ നാം നമ്മുടെ എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട ഒരു രാവാണിത്. ആ രാവിനെ പൂർണ്ണമായും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം ജീവിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം, ഒന്നും നാം ഇവിടെ ചെയ്തു വെച്ചിട്ടില്ല. ഈ ഒരു നിമിഷമെങ്കിലും നാം ഉപയോഗപ്പെടുത്തണം. അള്ളാഹു പറയുന്നു, തനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹാ, മാലാക്കമാരും അവരുടെ നേതാവായ റൂഹിന് പല വ്യാഖ്യാനവും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു റൂഹ് എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് വിടവാങ്ങിയ നമ്മുടെ മാതാപിതാക്കളുടെ ആത്മാവ്, നമ്മുടെ ഉറ്റവരുടെ ആത്മാവ്, നമ്മുടെ ഉടയവരുടെയും നമ്മുടെ ഗുരുനാഥന്മാരുടെയും ആത്മാവാണ് എന്ന് ഈ റൂഹ് എന്ന പദത്തിന് വ്യാഖ്യാനം നൽകിയതായിട്ട് റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിൽ വ്യാഖ്യാനം പറഞ്ഞത് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ മരിച്ചുപോയ ഉമ്മയും ബാപ്പയൊക്കെ വീട്ടിലേക്ക് കടന്നു വരുന്ന രാവാണിത്. നമ്മളറിയില്ല. ഈ രാവിലെ ഒരുപക്ഷെ നമ്മുടെ ഉമ്മ വന്നിട്ടുണ്ടാവും, മരിച്ചുപോയ നമ്മുടെ ബാപ്പ വന്നിട്ടുണ്ടാവും, മരിച്ചുപോയ നമ്മുടെ സഹോദരനും ഭാര്യയും ഭർത്താവും ഒക്കെ വന്നിട്ടുണ്ടാവും. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഈ രാവിൽ തനസ്സൽ മലായികത്തു വറൂഹു, മരിച്ചുപോയ ആളുകളുടെ ആത്മാവ് ഈ രാവിൽ ഇറങ്ങി വരുമെന്ന് മഹാന്മാർ ഈ ആയത്ത് റൂഹ് എന്ന പദം വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിക്കുമ്പോൾ നമ്മുടെ ഉറ്റവരൊക്കെ നമ്മെ കാണാൻ വേണ്ടി വരുന്ന രാവാണിത്. ഈ രാവിലെ അവർക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് അവരെ പറഞ്ഞേക്കണം. അവർക്ക് കൽത്തപ്പത്തിന്റെ ആവശ്യമില്ല, മധുരപലഹാരങ്ങളുടെ ആവശ്യം ഇനിയില്ല. അതൊക്കെ അവർ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് വേണ്ട കൽത്തപ്പവും മധുരപലഹാരവും നെയ്യപ്പവും നമ്മൾ സമർപ്പിക്കുന്ന യാസീനുകള്, നമ്മൾ ഓതിവെച്ച ഹത്മുകൾ, നമ്മൾ ചൊല്ലിവെച്ച സ്വലാത്തുകൾ, നമ്മൾ ചൊല്ലിവെച്ച ദിക്റുകൾ, ഇതവരുടെ ഹദറത്തിലേക്ക് ഹദിയ ചെയ്തുകൊണ്ട് പടച്ചവനെ എന്നെ ഞാനാക്കിയ, ഞങ്ങളുടെ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന, 10 മാസം ഗർഭം ചുമന്ന് എന്നെ താലോലിച്ച് പോറ്റി വളർത്തിയ എന്റെ പൊന്നാര ഉമ്മ ഇന്ന് എന്റെ കൂടെ ഇല്ല, ഞങ്ങളുടെ കൂടെ ഇല്ല, ഖബറിലാണ്. അല്ലാഹ്, ഞങ്ങൾക്ക് അവർക്ക് ചെയ്യാനുള്ള ഇതൊക്കെയാണ്. ഞാൻ ഈ മാസത്തിൽ ഓതിയ 10 ഹത്മ്, അല്ലെങ്കിൽ ഞാൻ ഈ മാസത്തിൽ ഓതിയ 100 യാസീൻ, അല്ലെങ്കിൽ ഞാൻ ഈ മാസത്തിൽ ഓതിയ 1,00,000 തഹ്ലീലും അതുപോലെ തന്നെ ഇഖ്ലാസ് സൂറത്തും എൻ്റെ മാതാവിൻ്റെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ, എൻ്റെ ഉപ്പാന്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടോ? നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇന്നത്തെ സാഹചര്യം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ഭയപ്പെടുന്ന സിംഹത്തെയോ കരടിയെയോ പുലിയെയോ കാട്ടാനെയോ കാട്ടുപന്നിയെയോ അല്ല, ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്
തന്നെ ഓമനിച്ച് താലോലിച്ച് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കുമെന്നുള്ള രൂപത്തിൽ താലോലിച്ച് ഓമനിച്ച് രാവുകളെ പകലാക്കി പകലുകളെ രാവുകളാക്കി നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ അവരുടെ കഴുത്തിൽ കഠാര വെക്കുന്ന മക്കൾ ഇന്ന് വളർന്നു വരുന്നു എങ്കിൽ പ്രിയമുള്ളവരെ നാം നഷ്ടത്തിലാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ദുആ ചെയ്യുന്ന മക്കളാണ്. അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കണം. അതിനൊരു പരിഹാരം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ അടുത്ത ടോപ്പിക്കുകളിൽ ഞാൻ വിശദീകരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ 27ന്റെ രാവിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ റഹ്മാനായ അല്ലാഹു നമുക്കെല്ലാവിധ സൗകര്യങ്ങളും നൽകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഉറ്റവരോടൊപ്പം ഉടയവരോടൊപ്പം പരിശുദ്ധ റമദാനിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞ വാഗ്ദാനം ചെയ്യുന്ന റയ്യാൻ എന്ന ഗ്രീൻ ചാനലിലൂടെ, റയ്യാൻ എന്ന VVIP ചാനലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവിധ ക്ലേശങ്ങളും അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്ത് നമ്മുടെ ജീവിതത്തിന് സമാധാനവും സൗഭാഗ്യവും നമ്മുടെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സൃഷ്ടായുസ് മുഴുവൻ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായിട്ട് ചെലവഴിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് വിടവാങ്ങിയ എല്ലാവരെയും നമ്മയും അള്ളാഹു റബ്ബുൽ ഇസ്സത്തി റമദാൻ ഷരീഫിൻ്റെ ഈ ഒറ്റയിട്ട രാവ് 27ാം രാവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു അവരെയും നമ്മയും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പും പരിശുദ്ധ ഖുർആനും സാക്ഷികളായിട്ട് വരുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധ റമദാനും നോമ്പും അതുപോലെ നാം പാരായണം ചെയ്യുന്ന ഖുർആനും നാളെ പരലോകത്ത് നമുക്ക് സാക്ഷികളായി വരുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. നോമ്പർക്കരാവുണ്ടേ ദിക്റിലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയമുള്ളവരെ, ഇൽമീസി എന്ന് പറയുന്ന ഒരു വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. മതവിദ്യാഭ്യാസവും മദ്രസ വിദ്യാഭ്യാസവും നഷ്ടപ്പെട്ട, അതിനവസരം ഇല്ലാതെയായി പ്രയാസപ്പെടുന്ന ലോകത്തിൻ്റെ ഏത് ദിക്കിലുള്ള മക്കളാണെങ്കിലും അവരെ മതപരമായി പ്രാഥമിക തലം മുതൽ നഴ്സറി തലം മുതൽ ഉന്നത തലം വരെ പഠിപ്പിക്കുന്ന വളരെ സിസ്റ്റമാറ്റിക്കലായ AI-യുടെയും ആധുനിക ടെക്നോളജിയുടെയും സഹായത്തോടുകൂടെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷം റമദാൻ കഴിഞ്ഞാൽ തുടങ്ങുന്ന മദ്രസ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം മുതൽ തന്നെ, അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ അത് നിങ്ങളിലേക്ക് എത്തും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ പൂർണ്ണ വിവരം ഇൻസൈറ്റ് മീഡിയ ചാനലിലൂടെ വിളംബരം ചെയ്യും. നിങ്ങൾ അത് പൂർണ്ണമായും നിങ്ങളുടെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഗുണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. നമ്മുടെ തല അറുക്കുന്ന നമ്മുടെ നെഞ്ചത്തേക്ക് കാലുകൊണ്ട് ചവിട്ടി നമ്മെ തള്ളിവിടുന്ന ക്രൂരന്മാരായ ഒരു തലമുറ ഉണ്ടാവാതിരിക്കാൻ നമ്മളൊക്കെ ഇതുപോലെയുള്ള അവസരങ്ങളും ഇതുപോലുള്ള വേദികളും ഉപയോഗപ്പെടുത്തുന്ന അവസരോചിതമായി നിങ്ങളെ ഉണർത്തുകയാണ്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ ഗുണഭോക്താക്കളും പ്രചാരകരുമായി മാറണമെന്ന് അതിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നിങ്ങളെ ഉണർത്തുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നോമ്പ് തുറക്കാം. നമ്മൾ 27 രാവിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അള്ളാഹു ഈ രാവിന്റെ മുഴുവൻ നിമിഷങ്ങളും നാളെ ആഖിറത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ, ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാക്കി മാറ്റാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പി വി ഉസ്താദ് എവിടെ? ഷഹീർ എവിടെ? നോമ്പർക്ക് സമയമായി, ബാങ്ക് കൊടുത്തോ? ആരിസ്കണ്ടല്ലോ അല്ലേ? എല്ലാരും ഉണ്ട്. ഉനീസ്, മുസ്തഫ, തങ്ങള്, മുംതാസ്, എല്ലാരും ഉണ്ട്. യാസീൻ ഉണ്ട്, ഷെരീഫ് ഉണ്ട്. പിന്നെ ആരൊക്കെയാണ്? എല്ലാരും എത്തിയോ? ഷബീർ ഉണ്ട്, ഷംസുദ്ദീൻ ഉണ്ട്, അഫ്സൽ ഉണ്ട്, അയ്യൂബക്ക ഉണ്ട്. എല്ലാരും ഉണ്ട്. അൽഹംദുലില്ലാ. നമ്മുടെ നോമ്പും ഈ ഇഫ്താറും, നമ്മൾ ഇതുവരെ നോറ്റ നോമ്പുകളും നമ്മുടെ ഇഫ്താറുകളൊക്കെ അല്ലാഹു നാളെ ആഖിറത്തിലേക്ക് നമുക്ക് ഇതുപോലെയുള്ള സുഭിക്ഷമായ ആഹാരങ്ങൾ കഴിക്കാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൾ ചെയ്യട്ടെ. അള്ളാഹുവെ, ദുആക്ക് ഉത്തരമുള്ള നിമിഷമാണ് നോമ്പ് തുറ സമയം. ഞങ്ങൾ അതെല്ലാം എണ്ണിപ്പറയാൻ ഞങ്ങൾക്ക് ഇപ്പോൾ സമയമില്ല. ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാതും അറിയുന്ന നാഥ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനം നൽകണേ. ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ. അള്ളാഹ്, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയൊക്കെ സ്വാധീനങ്ങളിൽ പെടുത്തണേ. നാഫിയ ഇൽമ ഞങ്ങളുടെ മക്കൾക്ക് നൽകുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകണേ. തമ്പുരാനെ, മാരകമായ അസുഖങ്ങളെ കൊണ്ട് ഒരിക്കലും ഞങ്ങൾ പരീക്ഷിക്കില്ല റബ്ബേ. അപകട മരണത്തെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. മാറാവ്യാധികളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പെടുന്നതിനുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ അമല് കുറഞ്ഞവരാണ് അള്ളാഹ്. ഈ മഹത്തായ രാവിന്റെ നിമിഷങ്ങളുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഒരിക്കലും നീ ഞങ്ങളുടെ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കുന്നവരാക്കല്ല അള്ളാഹ്. നാളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, സന്തോഷം നൽകുന്ന മക്കളാക്കണേ അള്ളാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ ആഖിറവും ദുനിയാവും നീ നന്നാക്കി തരണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതൊക്കെ നിനക്കറിയാം. നീ അതൊക്കെ ദൂരീകരിച്ചുകൊണ്ട് സമാധാനം നൽകണേ. മുറാദുകൾ ഹാസിലാക്കി തന്നെ വിവിധ ഉദ്ദേശങ്ങൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു തരണേ. ആഖിബത്ത് നന്നായി സന്തോഷത്തോടുകൂടെ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. വഫഖ് ലൈ വഫഖ്. Allah.